നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് എ റഹീം എം പിയാണ്. ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിലയിരുത്താൻ അദ്ദേഹമുണ്ട്. എത്രത്തോളമാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു മുന്നേറ്റം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിക്കും. വലിയ മുന്നേറ്റമാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ നിലയിലുള്ള സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥി വി ജോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 വർഷം ആറ്റിങ്ങൽ ഉണ്ടായിരുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കെട്ടിടം പോലും നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഒരു വർഷം ഒരു MPക്ക് ലഭിക്കുന്ന 5 കോടി രൂപയാണ് MP ലാറ്റ് ഫണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പൊതുകെട്ടിടം, ഒരു സ്കൂൾ കെട്ടിടം, ഒരു സ്കൂൾ ഓഡിറ്റോറിയം, ഒരു ആശുപത്രി കെട്ടിടം, ഒരു അംഗൻവാടി കെട്ടിടം, ഒരു സ്കൂളിലൊരു ലാബ്, ഒരു സ്കൂൾ ബസ് ഒന്നും കാണാൻ കഴിയില്ല. ഇപ്പോഴും പഴയ MP സമ്പത്തിൻ്റെ പേരിലുള്ള ബസ്സുകളിലൂടെ കുട്ടികളെയും കൊണ്ടുപോടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർക്കൽ രാധാകൃഷ്ണൻ്റെയും സഖാവ് സുശീല ഗോപാലിൻ്റെയും പേരുകൾ എഴുതി വെച്ച കെട്ടിടങ്ങളിലൂടെ കാണാം. കഴിഞ്ഞ 5 വർഷം ആറ്റിങ്ങലിന് അർത്ഥത്തിൽ നഷ്ടമാവുകയാണ് ചെയ്തത്. ജോയി ആറ്റിങ്ങലുകാരനാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രിയും കഴിഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ കാലത്തിനുള്ളിൽ ഈ കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൻ്റെ വികസനവും നേട്ടങ്ങളും എല്ലാം മുടക്കാൻ വേണ്ടി എന്ത് ചെയ്യാനാകും എന്ന പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതെല്ലാം ജനം കാണുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഭരണ നേട്ടങ്ങൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രം ആയിരക്കണക്കിന് പേർക്കാണ് ഭവനരഹിതരായവർക്ക് ഭവനത്തിൻ്റെ ഉടമകളായി മാറിയത് 2016 മുതൽ ഇങ്ങോട്ട്. ഇതെല്ലാം ജനം കാണുന്നുണ്ടല്ലോ. അടച്ചുപൂട്ടാനിരുന്ന എത്രയോ പള്ളിക്കൂടങ്ങളാണ് ഈ കാലയളവിൽ ഹൈടെക്കായി മാറിയത്. സർക്കാർ ആശുപത്രികളുടെ പുരോഗതി ഇതെല്ലാം ജനം കാണുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടായ വലിയ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം ജനം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി സഖാവ് വി ജോയ് വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് യാതൊരു സംശയമില്ല. ഒറ്റ കാര്യം, കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അവിടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചത് വോട്ട് ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത്തവണയും അത് കൊണ്ടുവന്നു. പക്ഷേ അഡ്വക്കേറ്റ് വി ജോയ് അതിനെ തുടക്കത്തിലെ തന്നെ അതിനെ കൃത്യമായി സമർത്ഥിച്ചു. ഇവിടെ അങ്ങനെ ഇല്ല. ഞങ്ങൾ വി ജോയ് സമർത്ഥിച്ചത് രണ്ടാമത്. അദ്ദേഹം ആദ്യം പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം അത് പരിശോധിക്കുകയാണ് ചെയ്തത്. ജില്ലാ കളക്ടർ അത് പരിശോധിച്ച് ജില്ലാ ഭരണകൂടം അത് വ്യക്തമായ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പരാതിയിൽ കഴമ്പില്ല, അടിസ്ഥാനരഹിതമാണ് ആ പരാതി എന്ന് പറഞ്ഞത് കളക്ടറാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഞങ്ങളടുത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം പരാജയ ഭീതിയിൽ പറയുന്നതാണ്. ഞങ്ങളിപ്പോൾ അദ്ദേഹം അത് ഉന്നയിച്ചപ്പോൾ പരിശോധിക്കുന്നത് പരിശോധിച്ചോട്ടെ, അത് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും നിൽക്കുന്നത് ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ നിലപാടെടുത്തു. അദ്ദേഹം പരാതി കൊടുത്തപ്പോഴേക്കും കളക്ടർ തന്നെ തള്ളിക്കഴിഞ്ഞു. ഇപ്പോഴും വീണ്ടും അദ്ദേഹം അത് ഉന്നയിച്ചു. അതേ പരാതി തന്നെ വീണ്ടും ഉന്നയിച്ചപ്പോഴും വീണ്ടും കളക്ടർ അത് പരിശോധിച്ചിട്ട് കർശനമായ ഭാഷയിൽ അത് തള്ളി. കാരണം അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരു MP ആണ്, സിറ്റിംഗ് MP ആണ്. തന്നെയുമല്ല, മുമ്പ് അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പോൾ ഇത്തരം പദവികൾ വഹിച്ച ഒരാൾ ജനാധിപത്യത്തെ ഇതുപോലെ അവമതിപ്പോടെ കാണരുത്. ഇലക്ഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നൊരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടുള്ളതല്ല. ഇനി എന്ത് പരാതി ഉന്നയിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായ ഫാക്റ്റ് വേണം, വസ്തുത വേണം. വസ്തുതയൊന്നുമില്ലാതെ പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം മുഴക്കിയ ഒരു പരാതി മാത്രമാണത്. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല അതിനകത്ത്. അത് ജനമതെല്ലാം കാണുന്നുണ്ട്. ആറ്റിങ്ങലുകാരനല്ല അദ്ദേഹം. അപ്പോൾ ആറ്റിങ്ങലുകാരെ അവഹേളിക്കുന്നതിൽ അദ്ദേഹത്തിനൊരു പ്രയാസമില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ആറ്റിങ്ങൽ എവിടെയെങ്കിലും ഒരിടത്ത് വാടകയ്ക്ക് പോലും താമസിച്ചിട്ടില്ല. ആറ്റിങ്ങലുകാരനല്ല. ആറ്റിങ്ങലിൽ എവിടെയെങ്കിലും അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ജയിച്ചു പോയിട്ടും ഒരു വാടക കെട്ടിടത്തിൽ പോലും താമസിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും വന്ന് ആറ്റിങ്ങലൊരിടത്ത് 2 മാസത്തേക്ക് വീണ്ടും വീട് വാടകയ്ക്ക് എടുത്തേക്കാണ്. കഴിഞ്ഞ തവണ 2 മാസത്തിന് വീട് വാടകയ്ക്ക് എടുത്തു, തിരഞ്ഞെടുപ്പ് മത്സരം ജയിച്ചു പോയി. ഇപ്പോൾ വീണ്ടും വന്ന് വീട് വാടകയ്ക്ക് എടുത്തു. ഇപ്പോൾ ഇലക്ഷൻ അവിടെ കേന്ദ്രീകരിച്ച് 2 മാസം നിൽക്കുകയാണ്. അപ്പോൾ ആറ്റിങ്ങലിനോടൊരു ആത്മബന്ധം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ആറ്റിങ്ങലിനോട് ആത്മബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ആറ്റിങ്ങലുകാരെ തുടർച്ചയായി ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ആറ്റിങ്ങലുകാർ കള്ളന്മാരല്ല. ആറ്റിങ്ങലുകാർ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങളുടെ പൂർവികർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയവരാണ്. ഞങ്ങളുടെ പൂർവികർ എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെ നമ്മുടെ മണ്ണിൽ ജീവിച്ച ആ ഒരു പൈതൃകം പേറുന്ന നാടാണ് ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം. ആ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ, പ്രബുദ്ധരായ വോട്ടർമാരെ, നല്ല രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാർ. അവരിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവരായിരിക്കാം, പക്ഷേ അവരെല്ലാവരും പ്രബുദ്ധരാണ്. അപ്പോൾ പ്രബുദ്ധരായ ആറ്റിങ്ങലിലെ സമ്മതിദായകരെ തുടർച്ചയായി അവഹേളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ സമീപനം ആറ്റിങ്ങലിനോടുള്ള
അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയാണ്. അതിന് ആറ്റിങ്ങൽ ബാലറ്റിലൂടെ മറുപടി പറയും. 38,000 വോട്ടിൻ്റെ ലീഡാണ് കഴിഞ്ഞ തവണ UDF കിട്ടിയത്. നിയമസഭയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തോളം ലീഡ് LDF തിരിച്ചു പിടിച്ചു. എങ്ങനെയാണ് ഭൂരിപക്ഷത്തിനൊക്കെ? ഇപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ കാര്യം ഞങ്ങൾ വിജയിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അവസാനഘട്ട തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് നിഗമനത്തിലേക്ക്. 2014 A സമ്പത്ത് 70,000 വോട്ടിനാണ് ജയിച്ചത്. വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ അത് ജയിക്കും. അതിന് പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ഒരു വോട്ടർമാർ ഞാൻ പറഞ്ഞല്ലോ പ്രബുദ്ധരായ വോട്ടർമാരാണ്, വളരെ സെക്കുലർ ഐഡൻറ്റിറ്റിയുള്ള വോട്ടർമാരാണ്. ആ സെക്കുലർ വോട്ടർമാർ എന്ത് ധൈര്യത്തിൽ എന്ത് വിശ്വാസത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും? അദ്ദേഹം BJP പോകില്ല, അല്ലെങ്കിൽ എന്താണ് ഉറപ്പ്? കോൺഗ്രസ് വോട്ട് ചെയ്യുന്നതിൽ എന്ത് ഉറപ്പാണുള്ളത്? ഇപ്പോൾ നമ്മുടെ കരുണാകരൻ്റെ ശ്രീ K കരുണാകരൻ്റെ മകളാണ് അവസാനമായി പോയത്. അതിനുമുമ്പ് ശ്രീ AK ആൻ്റണിയുടെ മകൻ പോയി, പത്തനംതിട്ട സ്ഥാനാർത്ഥി. അതെ, പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി. അപ്പോൾ എന്തുറപ്പാണുള്ളത്? കോൺഗ്രസ്സുകാർ പോലും വോട്ട് ചോദിക്കാൻ ഇറങ്ങാൻ മടിക്കുന്നത് ഈ ഒരു വിശ്വാസമില്ലാഞ്ഞിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ A റഹീമിൻ്റെ പ്രതികരണമാണ് കിട്ടത്. ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇലക്ഷന് 2 ആഴ്ചത്തെ കൂടി സമയമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു. ക്യാമറമാൻ ആശിഷിനൊപ്പം ബിഹുൽ VS.